بسم الله الحمد لله وحده الصلاة والسلام على من لا نبي بعده رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. وارزقنا علما تنفعنا به. إن شاء الله. നമുക്കറിയാം, സുബ്ഹാനല്ലാ, 13 ദിവസങ്ങൾ നമ്മളടുത്തുനിന്ന് പോയിട്ടുണ്ട്. 13 ഇഷ്റാഖുകൾ നമ്മൾ നേടിയിട്ടുണ്ട്. 13 ഹജ്ജും പരിപൂർണമായിട്ടുള്ള 13 ഹജ്ജും ഉംറയും നമ്മൾ നേടിയിട്ടുണ്ട് എന്നുള്ളത് ഇതിലുള്ള ഓരോരുത്തർക്കും ഒരു സന്തോഷം വേണ്ടതുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദിയിൽ നിന്നുള്ള 13 പ്രാർത്ഥനകളെ ഞങ്ങൾ പുതുക്കിയിട്ടുണ്ട്. 13 പ്രാർത്ഥനകൾ അതിന്റെ വളരെ ചുരുങ്ങിയ, പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്, പരിമിതമായ അറിവുകൾക്കുള്ളിൽ നിന്ന് മാത്രമാണ് നമുക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലഇൻ ശകർതും ലഅസീദന്നകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇതിനേക്കാൾ വിശാലമായിട്ടുള്ള അർത്ഥങ്ങളും ആസ്വാദനവും തദബ്ബുറും നൽകുന്നതായിട്ടുള്ള ജൽസകളും അതുപോലെ തന്നെ അതിന് ഉപകാരപ്പെടുന്നതാക്കിയിട്ടുള്ള ഹൃദയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബ്. അപ്പോ ഇന്നത്തെ പ്രാർത്ഥന നമ്മൾ പറഞ്ഞു, വളരെ എളുപ്പമുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥന പഠിക്കാനൊന്നുമില്ല, പക്ഷെ ആ പ്രാർത്ഥന എന്തിന് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. അഥവാ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അപ്പൊ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസാണ്. അപ്പൊ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രാർത്ഥന വളരെയധികം അധികരിപ്പിക്കുമായിരുന്നു എന്നുള്ളത്. മറ്റൊരു റിവായത്തില് ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയണതായി കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വഫാത്തിനോട് അടുക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥന വളരെയധികം അധികരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനോട്, വിയോഗത്തോട് അടുക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത് എന്തിനായിരിക്കും? തീർച്ചയായും ആ ഒരു പ്രാർത്ഥന തന്റെ റബ്ബായിട്ടുള്ള അസ്സ വജല്ലിലേക്ക്, നമ്മളെ റബ്ബായിട്ടുള്ള മലിക്കുൽ മുലൂക്കായിട്ടുള്ള ഗഫൂർ റഹീം ആയിട്ടുള്ള റബ്ബിലേക്ക് പോകുന്ന സമയത്ത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്, എല്ലാ കാര്യത്തിൽ നിന്നും ശുദ്ധമാക്കി ഏറ്റവും ശുദ്ധിയോട് കൂടിയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുക്കങ്ങളിൽ പെട്ടിട്ടുള്ളതായിരുന്നു ഈ ഒരു പ്രാർത്ഥന എന്നുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താ അറിയില്ല, എപ്പോഴാണ് നമ്മളെ മരണം എന്നറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അമല് ചെയ്യാനാണ്. അപ്പൊ ഇപ്പൊ ഞാൻ മരിക്കും എന്നുള്ളതാണെങ്കിൽ നമ്മൾ ഇപ്പോഴേ ഇരിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രാർത്ഥന എല്ലാ നന്മകളുടെയും എല്ലാ നബിമാരും തന്റെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യത്തിൽപ്പെട്ട എല്ലാ നന്മകളും, ഭൗതികമായിട്ടും ദുന്യവിയായിട്ടും മുഹറവിയായിട്ടും നമുക്കെല്ലാ നന്മകളും കൊണ്ടുവന്ന് തരുന്ന റബ്ബിന്റെ വിശാലമായിട്ടുള്ള മർഹമത്ത് കൊണ്ടുവന്നിരുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ, അഥവാ വഫാത്തിന് മുൻപ് സൂറത്തുൻ നസ്ർ ഇറങ്ങുന്നുണ്ട് അല്ലെ? ആ സമയത്ത് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ് ഈ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. അഥവാ സൂറ നസ്റിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്? അതിന്റെ ലാസ്റ്റത്തേല് إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. തസ്ബീഹ് ചെല്ലാൻ പറയുന്നുണ്ട്. ബിഹംദി റബ്ബിക്, നിന്റെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം എന്ത് ചെയ്യണം? റബ്ബിന് തസ്ബീഹ് ചെല്ലണം എന്നാണ്. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത് വസ്തഗ്ഫിർ, അവനോട് നിങ്ങൾ എന്ത് ചെയ്യും? പാപമോചനം തേട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ഇന്നഹു കാന തവ്വാബ, അവന് തീർച്ചയായിട്ടും എന്താണ്? പാപങ്ങൾ അങ്ങേയറ്റം പുറത്തു തരുന്നവനാണ്.
സുബ്ഹാനല്ലാഹ്, നമ്മൾ ഈ ഗൈസില് തോന്നുന്ന നമ്മളെ 14ാമത്തെ പ്രാർത്ഥനയാണിത്. ഈ 14 പ്രാർത്ഥനകളിലും ഇത്തവണ നമ്മൾ കൂടുതൽ തൗബയെ പറ്റി, പാപമോചനത്തെ പറ്റിയിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോ ഓരോ തരത്തിലല്ലെങ്കിലും മറ്റൊരു തരത്തിൽ നമ്മൾ അതിനെപ്പോഴും ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അള്ളാഹ് ഈ റമദാനില് ഇതില് ഉള്ള നമ്മൾ ഓരോരുത്തർക്കും പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ട് ഖാലിസായിക്കൊണ്ട് ഏറ്റവും എന്താ പറയാ താഹിറായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് അവന്റെ അടിമയിൽ നിന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള ഒരു പാപമോചനം ചെയ്ത് തൗബ നേടിക്കൊണ്ടുള്ള ഒരു മുഅ്മിനാത്തുകളായിട്ട് റമദാൻ എന്ന പാഠശാലയിലൂടെ ഇറങ്ങാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബ്. ഇവിടെ പ്രാർത്ഥന സ്ക്രീനിൽ കാണുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. വളരെ എളുപ്പമാണ്. ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരേണ്ടതില്ല, ഇതിന്റെ ലഫ്ളുകളും ഞാൻ പറഞ്ഞു തരേണ്ടതില്ല അല്ലെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അള്ളാഹുവെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ വാഴ്ത്തുകയാണ്. അപ്പോ ഹംദും തസ്ബീഹും ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പല ആവർത്തി സബറിന്റെ വിഷയം പറയുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തസ്ബീഹും ഹംദും പറയുന്നുണ്ട്. ഫസ്ബിർ ലിഹുക്മി റബ്ബിക, അഥവാ സൂറത്തു ഖാഫിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സബറിനോട് ചേർന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തസ്ബീഹ് ചെല്ലാനാണ് പറയുന്നത്. അപ്പോ ഈ സുബ്ഹാനല്ലാഹ് എന്നുള്ളത്, അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ എന്ത് ചെയ്യാണ്, അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്നുള്ളത്. ഇതിനു മുന്നേ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്നത് പഠിച്ച് ഏകദേശം വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞതാണല്ലേ. അപ്പൊ ഓരോ ഏറ്റവും ചുരുക്കത്തില് നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കുക, നമ്മളെ നിഅമത്തുകളിലേക്ക് തന്നെ ഒന്ന് നോക്കുക. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എന്ത് ചെയ്തതിന്റെ പേരിലാണ് നമ്മളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിലേക്ക് പ്രവേശിപ്പിച്ചത്. റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും 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 ഖൈറുകളുടെ മാസമാണ് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ മഗ്ഫിറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞരുളുന്ന മാസമാണ്. റയ്യാൻ എന്ന കവാടത്തിലൂടെ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിന്റെ അടിമകൾക്ക് കയറാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തരുന്ന മാസം. എന്തിനകം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശല്യം ഇല്ലാണ്ടിരിക്കാൻ ശൈത്താനുകളെ, പിശാചുകളെ കെട്ടിയിടുന്ന മാസമാണ്. നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ഈ റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കി. റമദാനിന് തൊട്ട് ദിവസങ്ങളിലായിട്ട് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന എത്രമാത്രം വാർത്തകളാ വന്നത്. ഒരു കൂട്ടം കൊലയാളികൾ, ഒരു കൂട്ടം കൊല്ലപ്പെട്ട ആൾക്കാര്. അത് മാത്രല്ല, നമ്മളെ വീടുകളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നമ്മളെ അറിയപ്പെടുന്നവരിൽ നിന്ന് തന്നെ എത്ര ആൾക്കാരാണ് മരിച്ചിന്ന് ഖബറിലായിട്ടുള്ളത്. അവരും റമദാനിനെ കൊതിച്ചിട്ടുണ്ട്, പക്ഷെ അവരൊന്ന് മണ്ണിനടിയിലാണ്. എത്ര ആൾക്കാരുണ്ട് ആദ്യത്തെ നോമ്പ് തുറന്ന് രണ്ടാമത്തെ നോമ്പിന് വെന്റിലേറ്ററിലും ഹോസ്പിറ്റലിലായി, മൂന്നാമത്തെ നോമ്പിന് മണ്ണിലേക്ക് പോയ എത്ര ആൾക്കാരുണ്ട്. ഇന്ന് അവരുടെ വീടുകളിലെ അവസ്ഥ എന്താണ്? അവരുടെ വീടകങ്ങളിൽ പലരും എന്താണ്, ഹമ്മിനും ഹസനിനും അടിമപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന് കീഴ്പ്പെട്ടു പോയിട്ടുണ്ടാവും. നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സങ്കടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു. അഥവാ അത്തരത്തിലുള്ള സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളങ്ങനെ കൊണ്ട് നടക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായിട്ടുള്ള ആ ശാക്കിരികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ അള്ളാഹുവെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്നെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. അടുത്തത് എന്താണ് പറയുന്നത്? അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. അള്ളാഹുവെ നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു. വഅതൂബു ഇലൈഹി, നിന്നിലേക്കാണ്, അവനിലേക്കാണ് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന. അപ്പൊ ഇവിടെ ഇസ്തിഗ്ഫാറും തൗബയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞ എല്ലാ ഖൈറുകളും കൊണ്ടുവരുന്നുണ്ടെന്ന്. കാരണം നൂഹ് അലൈഹിസ്സലാം, സൂറത്ത് നൂഹിൽ നമുക്ക് കാണാൻ പറ്റും. നൂഹ് നബി തന്റെ ജനതനോട് പറയുന്നുണ്ട്, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. എന്നിട്ട് പറഞ്ഞത് എന്താണ്? ഏറ്റവും വലിയ നിഅമത്തിനാണ് ഫസ്റ്റ് ദുനിയാവിയില് എല്ലാ റിസ്കുകളുടെയും ഏറ്റവും എന്താ പറയാ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു റിസ്കാണ് എന്ത്? നല്ല മഴ എന്നുള്ളത് അല്ലെ. യുർസിലി സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ.
എന്നിട്ട് ആദ്യം മഴ നിങ്ങൾക്ക് കനിഞ്ഞരുളും എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? നോഹില് നിങ്ങൾക്ക് നിങ്ങളെ സന്താനങ്ങളിലും സമ്പത്തിലും ഒക്കെയും അവൻ എന്ത് ചെയ്യും? വർധനവ് നൽകും എന്ന് പറയുന്നുണ്ട്. പോരാത്തതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ്? നമ്മളെ പാപങ്ങളൊക്കെയും പുറത്തു നൽകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പാപമോചനം തേടുന്നവനെ സംബന്ധിച്ച് ഏറ്റവും ഇസ്തിഗ്ഫാർ അഥവാ ഹിഫ്ദിന്റെ വിഷയത്തില് നമുക്ക് കാണാൻ പറ്റൂല്ലേ? ഏറ്റവും നല്ല ബുദ്ധി കൂർമ്മതക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഓർമ്മശക്തിക്കുള്ളത് എന്താ? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പാപമോചനം തേടുക എന്നുള്ളതാണ് അവിടെ നമുക്ക് നമ്മളെ ഹൃദയവിശാലതക്കുള്ളതായാലും നമുക്കുള്ള ബസീറത്തിനുള്ളതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായി തൗബ ചെയ്യുന്ന പാപമോചനം തേടുന്നവരില് നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബ്. കാരണം ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ബീഹിനെ കൊണ്ടും തഹ്മീദിനെ കൊണ്ടും ഇസ്തിഗ്ഫാറിനെ കൊണ്ടും തൗബനെ കൊണ്ടുമാണ് പ്രാർത്ഥിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണ ഈ സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തന്റെ റബ്ബിലേക്ക് പോകുന്ന മരണത്തോടടുക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോടടുക്കുന്ന സമയത്താണ് ഈ പ്രാർത്ഥന റസൂലുള്ളാഹ് ഭയങ്കരമായിട്ട് അധികരിപ്പിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. അപ്പോ ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് കാണാൻ പറ്റും. ഈ തസ്ബീഹിനാലും തഹ്മീദിനാലും ഇസ്തിഗ്ഫാറിനാലും തൗബയാലും ഓരോരും പ്രാർത്ഥിക്കുക എന്നുള്ളത് എന്താണ്? അത് ഏറ്റവും മഹത്തരമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യുന്ന ശുക്റിൽ പെട്ടിട്ടുള്ളതാണ്. കാരണം എന്താണ്? അവന് അള്ളാഹുവിന് കൊടുക്കേണ്ടുന്ന രണ്ടും കൊടുക്കുന്നു, അതേപോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള രണ്ട് കാര്യങ്ങളെയാണ് അവന് ചോദിക്കുന്നത്. അതുപോലെ തന്നെ സൂറ നസ്റില് എന്താ പറയാ, നസ്റിന്റെ അവസാനത്തില് നമ്മൾ പറഞ്ഞ പ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഫത്ഹ് വരുന്ന സമയത്ത് ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ എന്താ പറഞ്ഞത്? അഥവാ സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ അങ്ങേയറ്റത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ വസ്തഗ്ഫിർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇന്നഹു കാന തവ്വാബ. അപ്പോ അവിടെ തസ്ബീഹിനാലും തഹ്മീദിനാലും ഇസ്തിഗ്ഫാറിനാലും ആ ഒരു സന്ദർഭത്തെയും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഓരോ വ്യക്തിയും ചെയ്യേണ്ടുന്നത്. അതുപോലെ തന്നെ നമ്മളെ റബ്ബിനെ ഏത് സമയത്തും നമുക്ക് എന്ത് ചെയ്യാനുള്ളതാണ്? കണ്ടുമുട്ടാനുള്ളതാണ്. ആ സമയത്ത് നമ്മളെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടത് എങ്ങനെയാണ്? എല്ലാം കൊണ്ട് ഒരുങ്ങി ഏറ്റവും താഹിറായിട്ടുള്ള മുത്തഹിറായിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും താഹിറായിട്ടുള്ള ഒരു ഹൃദയവുമായിട്ട് റബ്ബിനെ കണ്ടുമുട്ടേണ്ടതുണ്ട്. അപ്പോ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും നന്നായി ഇസ്തിഗ്ഫാറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് കനിഞ്ഞരുളുന്ന ആ പാപമോചനം നേടി നാളെ റബ്ബിന്റെ കോടതിയിൽ ഏറ്റവും മഹാഭാഗ്യവാന്മാരായിക്കൊണ്ട് മുസ്തഗ്ഫിരീങ്ങളായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂറിലെ 31-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി, അഥവാ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫലാഹ് മുഫ്ലിഹ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? പരാജയമില്ലാത്ത വിജയം നേടിയവനാണ് അല്ലെ. എപ്പോഴാണ് ഒരു വ്യക്തി പരാജയം ഇല്ലാത്ത വിജയം നേടല്? അവൻ ആ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തുന്ന സമയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചത് ആരെയാണ്? അയ്യുഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞിട്ടാണ്, അല്ലയോ മുഅ്മിനീങ്ങളെ എന്നാ പറഞ്ഞത്. അപ്പൊ അവസാനത്തിൽ ഒരു കൂട്ടരെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടരാണ് അതിന്റെ ആൾക്കാർ, അല്ലെങ്കിൽ ആ കൂട്ടരാണ് അത് ചെയ്യണവര് എന്നുള്ളതാണല്ലോ അർത്ഥം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മള് ക്ലാസ്സിൽ വന്നിട്ട് നമ്മളെ ടീച്ചർ പഠിക്കാത്തവർ എണീക്കുന്ന പറയുന്ന സമയത്ത് പഠിക്കാത്തവർ എന്തുകൊണ്ട് എണീക്കുന്നത്? അവര് പഠിക്കാത്തോണ്ടാണ്. ഹോംവർക്ക് ചെയ്തവർ എണീക്കുന്ന പറഞ്ഞിട്ട് അവരൊരു ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ എണീക്കും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? തൂബു ഇലല്ലാഹ്, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങളെ തൗബ ചെയ്തതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യും? എന്താ പറയാ, അവസാനം ഇല്ലാത്ത ആ വിജയത്തിന് നിങ്ങൾ ആ വിജയം കരസ്ഥമാക്കിയേക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ തൗബ എന്നുള്ളത്, ഇസ്തിഗ്ഫാർ എന്നുള്ളത്, അതുപോലെ തന്നെ തഹ്മീദ് എന്നുള്ളത്, തസ്ബീഹ് എന്നുള്ളത്, അതൊക്കെ എന്താണ്? നമുക്കുള്ള കെൻസുകളാണ്. അതിനെ ഒരു കൂട്ടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക.
ഈ പ്രാർത്ഥന നാവിന് കൊടുക്കാതെ നമ്മളെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. റമദാനിലാണെങ്കിലും ഇനി റമദാൻ ഒരു പക്ഷെ നമുക്കില്ലെങ്കിൽ ഈ റമദാനിലൂടെ നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റണം. യാ ലൈതനി എന്ന് പറഞ്ഞിട്ട് ഖേദിക്കുന്നവരില് നമ്മൾ ഉൾപ്പെടാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ ലളിതമായിട്ടുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ ഹക്കായിക്കൊണ്ട് അവന്റെ ദീന് മനസ്സിലാക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ് യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുവഹിദായിക്കൊണ്ട് ഏറ്റവും നല്ല മുത്തബിഉ സുന്നയായിക്കൊണ്ട് മരണം കൈവരിക്കാനും അങ്ങനെ ജന്നാത്തുൽ ഫിർദൗസില് ഏറ്റവും സന്തോഷമുള്ളവരായിട്ട് തന്റെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള മഹാഭാഗ്യം അവസാനത്തിൽ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നമ്മളെ ഈ ഒരു ചെറിയ പരിശ്രമം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പാഴാക്കാതെ അവന് സ്വീകരിക്കുമാറാവട്ടെ. വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഗ്ഫിറത്തിനാൽ മർഹമത്തിനാൽ പുറത്തു നൽകുമാറാവട്ടെ. أقول قولي هذا فاستغفر الله لي ولكم ولسائر المسلمين فاستغفروه إنه هو الغفور الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجة. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما تنفعنا به. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.